തിറവെള്ളാട്ട് ദിവസമായ ജനുവരി 10 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരി മേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. താനിം പഞ്ചായത്തിലെ 15-17 വാർഡുകളിലെ ഗ്രീൻ പാർക്ക് റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബസംഗമവും വാർഷികാഘോഷവും നടന്നു. വാർഡ് മെമ്പർമാരായ സിജോ പുലിക്കോട്ടിൽ, രഹ്ന പ്രജു എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പ്രസിഡന്റ് PN പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൾ സത്താർ, വൈസ് പ്രസിഡന്റ് ബെന്നി തട്ടിൽ, ട്രഷറർ വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ കലോത്സവത്തിൽ സമ്മാന അർഹരായവർക്കും 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുമുള്ള പുരസ്കാരങ്ങൾ സിജോ പുലിക്കോട്ടിലും രഹ്ന പ്രജുവും നൽകി. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വർണ്ണമഴയോടുകൂടി പരിപാടികൾ സമാപിച്ചു. ഏറെ സഹായകരമായി ഒരു സഹോദരനെ പോലെ ഒരു മറ്റ് രാഷ്ട്രീയ നിറമൊന്നും നോക്കാതെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഈ ഗ്രീൻ പാർക്ക് അസോസിയേഷനിലുള്ളത് എന്നുള്ളത് വലിയ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമ്മുടെ താനിം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ 18 മെമ്പർമാരുണ്ട്. ഞങ്ങൾക്കപ്പോൾ പല വാർഡുകളിലും പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കറിയാം. പക്ഷേ പല ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ പണ്ടത്തെ പോലെ ഒന്നിനും നേരില്ല. ഒരടിച്ചുപൊളി അത് കഴിഞ്ഞാൽ അതങ്ങനെ അവസാനിച്ചു. ആ രീതിയിലാണ് എല്ലാവരും പോണപ്പോൾ എല്ലാവരും മൊബൈൽ, കമ്പ്യൂട്ടർ ആ രീതിയിലൊന്നിനും ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ചിടങ്ങളിൽ മാത്രമാണ് കൈകോർത്ത് പോകുന്നത്. പക്ഷെ നമ്മുടെ താനിം ഗ്രാമപഞ്ചായത്ത് ഇതേപോലെ വാർഷികാഘോഷം മറ്റുള്ള ഈ നമ്മുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ആലോചിക്കാനും കൂടി പറ്റുന്നില്ല. അത്രയ്ക്കും ഒരു വർഷം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ പാർക്ക് ലൈൻ പ്രദേശത്തെ വികസനത്തിനെ പറ്റിയൊക്കെ നമ്മൾ നേരിൽ കാണുന്നതാണ്. നമ്മുടെ കാലപ്പണിയൊക്കെ പുരോഗമിച്ച് വരികയാണ്. അപ്പോൾ ഒരു പോസ്റ്റ് മാറ്റി വയ്ക്കലിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്ലാബ് കാര്യങ്ങളൊന്നും ഇടാൻ അത്ര വൈകിയത്. അപ്പം അടുത്ത ആഴ്ചയിൽ തന്നെ അത് തുടങ്ങാമെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിൽ ഞാൻ ഖേദം ചോദിക്കുകയാണ് ആദ്യം തന്നെ.